ഹായ്, കമലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോ ചെയ്യേണ്ട സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ 2-3 ദിവസം കൊണ്ട് കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പം, വണ്ടിയിലൊക്കെ നമ്മൾ പോകുമ്പം നമുക്ക് കാണാം സ്കൂളിൻ്റെ പരിസരത്തും മിക്ക കടകളുടെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ക്ലാസ് ടൈം അല്ല, സ്കൂൾ വിട്ട സമയം കാണുന്നുണ്ട്, അല്ലാത്ത ഇടസമയത്തും കാണുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം കൂടെ കൂട്ടം കൂടി നിന്ന് ചിരിക്കുന്നു, സംസാരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അവർ മിഠായിയാണോ എന്തൊക്കെയോ മേടിച്ച് തിന്നുന്നുണ്ട്. ആൺപിള്ളേരും പെൺപിള്ളേരും കൂടി നിന്ന് സംസാരിക്കുന്നു. അതുപോലെ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കൂടി എല്ലാവരുടെ നിൽക്കുക, സംസാരിക്കുക. ക്ലാസ് ടൈമൊക്കെ കഴിഞ്ഞ് വിടുന്ന സമയത്തും കാണുന്നുണ്ട്, ക്ലാസ് ടൈമിൽ കാണുന്നില്ല. ക്ലാസ് ടൈം കഴിഞ്ഞുള്ള സമയങ്ങളിലാണ് 2 പ്രാവശ്യം കാണാനിട വന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ നമ്മൾ പൈസ കൊടുത്തു വിടും വണ്ടി കൂലിക്ക്. ആ പൈസ എന്താണ് മേടിച്ചു തരുന്നത് നമ്മൾ അറിയുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിന്, അതായത് ബസ് ഫെയർ കൊടുക്കുകയാണെങ്കിൽ ബസ് ഫെയർ ആവശ്യത്തിനുള്ളത് മാത്രം ക്യാഷ് കൈ കൊടുത്താൽ മതി. നമ്മുടെ കുട്ടികൾ ഇച്ചിരി പൈസ കൈ ഇരിക്കട്ടെ, അവർക്ക് ഇച്ചിരി വെള്ളം വരെ വേണമെങ്കിൽ മേടിച്ച് കുടിക്കട്ടെ, അവർ മേടിച്ച് കുടിക്കാൻ നമ്മളെങ്ങനെ അറിയുന്നത്? അതുകൊണ്ട് ദയവേത് ഞാൻ പേരൻസിനോട് പറയാം, കുട്ടികളുടെ കയ്യിൽ അമിതമായി പൈസ വെച്ച് കൊടുക്കരുത്. കഴിവതും സ്കൂൾ ബസ്സിലൊക്കെ ആയിരിക്കുമല്ലോ മിക്ക കുട്ടികളും വരുന്നത്, അല്ലാതെ ലൈൻ ബസ്സിനൊന്നും അങ്ങനെ വരാറില്ലല്ലോ. ഇനി അഥവാ അങ്ങനെ ഒത്തിരി കുട്ടികൾ ലൈൻ ബസ്സിന് പോകുന്നവരുണ്ട്, ഇല്ലെന്നല്ല. അപ്പം ബസ് ഫെയർ കൺസെഷനുണ്ട്, വളരെ തുച്ഛമായ രൂപയാണ്, ക്യാഷാണ് കൊടുക്കുക കൺസെഷന്. അവർക്ക് അത് മാത്രമുള്ള പൈസ കൈ കൊടുത്തു വിടുക. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ക്ലാസ്സിലെത്തുന്നൊന്നും നമ്മൾ നിരന്തരം അതുമേ വേണ്ടപ്പെട്ട അധ്യാപകരെയോ അതറിയാൻ ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങളത് അറിയാൻ ശ്രമിക്കുക, അധ്യാപകരെ കോണ്ടാക്ട് ചെയ്യുക. അതാ വേണ്ടേ. ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ നമ്മൾ സ്കൂളിൽ ചെല്ലണം, 1-2 ആഴ്ച കൂടുമ്പോൾ ചെല്ലണം, അല്ലെങ്കിൽ ടീച്ചറിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യണം. ഇന്ന് ക്ലാസ്സിൽ വന്നായിരുന്നു, വന്നില്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പിൽ അത് ഇടാൻ പറഞ്ഞാൽ ഏതൊക്കെ കുട്ടികളാണ് വരാതിരുന്നത്. ടീച്ചർ ഗ്രൂപ്പിലിടും, ചില ടീച്ചർമാരിടും ഇത്ര കുട്ടികൾ ആബ്സെൻ്റ് ആയിരുന്നു എന്ന്. ഞാനിത് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവരുടെ മൊബൈലും കൊടുക്കാതിരിക്കുക. സ്കൂളിൽ പോകുമ്പോൾ മിക്ക കുട്ടികളും ബാഗിനകത്ത് മൊബൈൽ വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവർ ബാത്റൂമിലൊക്കെ പോകുമ്പോഴാണ് അത് എടുത്തുകൊണ്ട് പോകുന്നത്, അവിടെ ഇരുന്നുണ്ടാണ് നോക്കുന്നത്. കഴിവതും നിങ്ങൾ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്യാഷ് കൈ കൊടുത്തുവിടായിരിക്കും. അവരുടെ ആവശ്യങ്ങളെല്ലാം നമ്മൾ നടത്തുന്നുണ്ടല്ലോ, നമ്മൾ ഫുഡ് കൊടുത്തു വിടുന്നുണ്ട്, ബസ് ഫെയർ അത്യാവശ്യം കൊടുത്തു വിടുന്നുണ്ട്. അധികമായി പൈസ കുഞ്ഞുങ്ങളുടെ കൈ കൊടുക്കാതിരിക്കുക. അവരെ എടുത്ത് വാങ്ങിച്ച് കഴിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇരിക്കുന്നത്? അവർ വെള്ളം മേടിച്ച് കുടിക്കാമെന്നാണോ, അതോ ഒരു മിഠായി മേടിച്ച് തിന്നുവാണോ? അവരെന്തോ ചെയ്യുന്നത്? ഈ ഗ്രൂപ്പ് കൂടുമ്പം ചെയ്യാത്ത പല കാര്യങ്ങളും ചെയ്യും, സംഘം ചേർന്ന്. നമ്മുടെ കുട്ടികൾ നമ്മുടെ സമ്പത്താണ്, അതിനെ നമുക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല, അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്ത് കളയാൻ പാടില്ല. നാളെ നമ്മൾ കുട്ടികളിൽ ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന അശ്രദ്ധ, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് നാളെ നമുക്ക് വലിയ ദുഃഖത്തിനിട വരും. നമ്മൾ പിന്നെ പിടിച്ചാൽ നിൽക്കത്തില്ല. ഇപ്പം ചെറിയൊരു നീരസം ഉണ്ടാവുന്നേ ഉള്ളൂ, അത് നമ്മളത് നീരസം വരട്ടെ, വന്നാലും വേണ്ടിയില്ല. ഇതിപ്പം നമ്മൾ വകവയ്ക്കാതിരുന്നാൽ നാളെ നമുക്ക് എത്തുന്ന ദൂരത്തായിരിക്കത്തില്ല അവർ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ പേരൻസും കുട്ടികളെ ശ്രദ്ധിക്കുക. സ്കൂളിൽ പോകുമ്പം അവരുടെ ബാഗിനകത്ത് തിരിച്ച് വരുമ്പോഴും ബാഗിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെയൊന്ന് നോക്കുക. കാരണം നമ്മളെല്ലാവരും അലേർട്ടായിട്ടിരുന്നാൽ, എല്ലാ പേരൻറ്റും അലേർട്ടായിട്ടിരിക്കുക എങ്കിൽ ഈ പറഞ്ഞ പോലെ യാതൊരു തരത്തിലുള്ള മയക്കുമരുന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഘത്തിലോ നമ്മുടെ കുട്ടികൾ പെടില്ല. അതെല്ലാ പേരൻസും ശ്രദ്ധിക്കുക. ഇതാണ് ഈ വീഡിയോ. ഞാൻ മിക്ക ദിവസവും കാണുന്നതാണ്, ഈ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോഴും ഒക്കെ കാണുന്നതാണ്. ക്ലാസ് ടൈം കഴിഞ്ഞാലും ചില കുട്ടികൾ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈവനിങ് സമയത്താണ്, ബസ് വന്നാലും പോകാതെ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞ് ഒക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കഴിവതും നമ്മൾ അതിനൊരു റെമഡി കണ്ടെത്തണം. എല്ലാവരും അത് ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ വളരെ ജാഗരൂകരായിട്ടിരിക്കുക. ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.